എമ്പുരാനിലെ യഥാർത്ഥ വില്ലൻ ആരാണ്? നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പൃഥ്വിരാജിനെയും മോഹൻലാലിനെയും ആന്റണി പെരുമാവൂരിനെയും ഗോകുലം ഗോപാലിനെയും ഒക്കെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്. പൃഥ്വിരാജാണോ യഥാർത്ഥ വില്ലൻ? അല്ല. മോഹൻലാലാണോ യഥാർത്ഥ വില്ലൻ? അല്ല. ആന്റണി പെരുമ്പാവൂരാണോ? അല്ലേ അല്ല. ഇതിൽ രണ്ടു പേരാണ് വില്ലനും വില്ലത്തിയും. ഒന്ന് മുരളി ഗോപി, രണ്ട് സുപ്രിയ. ഈ രണ്ടു പേരാണ് ഈ സിനിമയുടെ വില്ലനും വില്ലത്തിയും. പറയാനുള്ള കാരണം, മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിൽ എന്തുകൊണ്ട് ഇത്രയും വൈകിപ്പോയി, എൻ്റെ മകനെ ഒറ്റപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മല്ലിക സുകുമാരനടക്കം രംഗത്ത് വന്നു. RSS ആരാണ്? RSS എൻ്റെ മകൻ്റെ ജാതകം നോക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മല്ലിക സുകുമാരൻ രംഗത്ത് വന്നു. അതൊരു അമ്മയുടെ മകനെ ഒറ്റപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന ദേഷ്യത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഒക്കെ പുറത്തുണ്ടാകുന്ന കാര്യങ്ങളായി നമുക്ക് കണക്കാക്കാം. പക്ഷേ എന്തുകൊണ്ട് മുരളി ഗോപി ഈ ഒരു ഖേദപ്രകടനം ഷെയർ ചെയ്തില്ല? മുരളി ഗോപി ഇപ്പോഴും മൗനത്തിലാണ് എന്ന് ചോദിച്ചാൽ, മുരളി ഗോപിക്ക് നന്നായി അറിയാം ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയത്, തിരക്കഥ എഴുതിയത് മുരളി ഗോപിയാണ്. ഇതിൽ വിവാദങ്ങൾ ഉണ്ടാക്കാനും ഇതൊരു പക്ഷത്തെ മുൾമുനയിൽ നിർത്താനും ഒരു പക്ഷത്തിനെതിരെ ജനങ്ങളെ തിരിക്കാനും ജനവിരുദ്ധത ആ പക്ഷത്തിനെതിരെ ഉണ്ടാക്കാനുമായി മുരളി ഗോപി കളിച്ച കളിയാണ്. ആളറിഞ്ഞ് കളിക്കട എന്ന് സുപ്രിയ മേനോൻ പറഞ്ഞെങ്കിൽ ആളറിഞ്ഞ് തന്നെയാണ് മാഡം കേരളത്തിലെ ജനങ്ങൾ കളിച്ചത്. അതുകൊണ്ടാണ് 17 വെട്ട് നിങ്ങൾക്ക് അതിൽ വെട്ടേണ്ടി വന്നത്. കേരളത്തിലെ ജനങ്ങൾ കുറച്ചുകൂടി ആളറിഞ്ഞ് കളിച്ചിരുന്നുവെങ്കിൽ ഈ സിനിമ ഇന്നൊരു തിയേറ്ററിലും ഓടില്ലായിരുന്നു എന്നുള്ള കാര്യം അഹങ്കാരത്തിന്റെ ഭാഷയിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒന്നോർക്കുന്നത് നന്നായിരിക്കും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അഡ്വക്കേറ്റ് രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ എഴുതിയ പോസ്റ്റ്, അദ്ദേഹം പറയുന്നത് ഇനി ഇത് എഴുതേണ്ടയും പറയേണ്ടതിന്റെ ആവശ്യകതയില്ല. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹം ഒരു പോസ്റ്റ് ഇടുകയാണ്. ചില കാരണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ്. അദ്ദേഹം അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇനി ഈ വിഷയം എഴുതേണ്ട എന്ന് കരുതിയതാണ്, എന്നാൽ ചില കാര്യങ്ങൾ പറയാതെ വയ്യ. എമ്പുരാനിലെ ഹിന്ദു വിരുദ്ധതയും ദേശവിരുദ്ധതയും തുടങ്ങിയത് യഥാർത്ഥത്തിൽ ലൂസിഫറിൽ തന്നെയാണ്. പല ലക്ഷ്യങ്ങൾ ഒരേ സമയം കോർത്തിണക്കി തയ്യാറാക്കിയ ദുരുദ്ദേശപരമായ ഒരു മാസ്റ്റർ പ്ലാനിന്റെ കൃത്യമായ എക്സിക്യൂഷനാണ് ഈ രണ്ട് സിനിമകളും. ലൂസിഫറിൽ വിതച്ച എമ്പുരാൻ കൊയ്ത വിഷം പുരട്ടിയ കഥയും കഥാപാത്രങ്ങളും അതിനു പിന്നിലെ സൂചകങ്ങളും ഇങ്ങനെയാണ്. സിനിമയിലെ പ്രധാന കഥാപാത്രമായ മോഹൻലാൽ അവതരിപ്പിക്കുന്ന അബ്രഹാം ഖുറേഷി എന്ന സ്വർണ്ണ കള്ളക്കടത്ത അധോലോക നായകന്റെ വലം കൈയായ തീവ്രവാദിയുടെ പേര് സയ്യിദ് മസൂദ്. ഇന്ത്യയുടെ ശത്രുക്കളായ രണ്ട് പ്രധാന തീവ്രവാദികളുടെ പേരുകളുടെ സങ്കരം. സയ്യിദ് മസൂദ് ലക്ഷറി തൊയ്ബ തലവൻ ഹഫീസ് സയ്യദിനെയും ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസ്ഹറിനെയും ചേർത്തുണ്ടാക്കിയ പേര്. ഇതാ ലൂസിഫർ മുതൽ പ്ലാൻ ചെയ്തതല്ലേ? ഉത്തരം അതെ എന്നാണ്. എമ്പുരാനിൽ ഖുറേഷി എബ്രഹാമിന്റെ മുഖം അന്വേഷണ ഏജൻസികളുടെ ക്യാമറയ്ക്ക് മുന്നിൽ ആദ്യമായി കാണിക്കുന്ന ഒരു സീനുണ്ട്. അത് കണ്ട് ഏജൻസി ഓഫീസർ തന്നെ അന്തം വിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിന് ഖുറേഷി എബ്രഹാം തന്റെ മുഖം കാണിച്ചു എന്നത്. ഉത്തരം പക്ഷെ സിനിമ പറയുന്നില്ല. എന്നാൽ ഇതിന് ഒരർത്ഥമേ ഉള്ളൂ. L3-ൽ ഖുറേഷി എബ്രഹാം കൊല്ലപ്പെടും. പിന്നെ നേതാവ് സയ്യദ് മസൂദ്, അതായത് മോഹൻലാലിന് ശേഷം മലയാള സിനിമയിൽ താനാണെന്ന വ്യംഗ്യമാണ് പൃഥ്വിരാജ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് മറ്റൊരു ഒളിച്ചുകടത്തലാണ്. ലൂസിഫറിൽ മുതലുള്ള നേതാവാണ് കണ്ടാൽ രാജീവ് ഗാന്ധിയെ പോലെ തോന്നുന്ന PK രാംദാസ്. അയാളുടെ മക്കൾ പ്രിയദർശിനി രാംദാസ് അഥവാ പ്രിയങ്ക ഗാന്ധി, മകൻ വിദേശത്ത് പഠിച്ച ജതിൻ രാംദാസ് അഥവാ രാഹുൽ ഗാന്ധി. ഇതാണ് നാം മനസ്സിലാക്കണമെന്ന് എഴുത്തുകാരൻ കരുതുന്ന ബിംബവൽക്കരണം. എമ്പുരാനിൽ തോൽവിയായ ജതിനെ ഒഴിവാക്കി പ്രിയദർശിനിയെ നേതാവാക്കുന്നു എന്ന് വച്ചാൽ പ്രിയങ്ക ഇനി പ്രധാനമന്ത്രിയാകണം എന്ന് വ്യംഗ്യം. ജതിനെ എമ്പുരാനിൽ ശത്രുക്കൾ ഹെലികോപ്റ്ററിൽ ബോംബ് വെച്ച് കൊല്ലുകയാണ്. വാസ്തവത്തിൽ രാഹുൽ ഗാന്ധിയെ കൊല്ലാനുള്ള ആഹ്വാനമല്ലേ ഇത്? സൂക്ഷിക്കണം, ആരെയൊക്കെയോ ഇത് മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്. രാഹുലിനെ കൊല്ലുക, അതിൽ പഴി പരിവാറിൽ ചാരുക, സഹതാപം വച്ച് പ്രിയങ്കയെ പ്രധാനമന്ത്രിയാക്കുക. L3-യുടെ പ്ലോട്ട് റെഡിയാണ്. മുല്ലപ്പെരിയാർ തകർക്കുക, എന്നിട്ട് അതിൻ്റെയും കുറ്റം സംഘപരിവാറിൽ ചാർത്തുക. ദേശീയ കക്ഷി കേരളത്തിലേക്ക് വരുന്നത് വിശാലമായ നമ്മുടെ തീരദേശം വഴി മയക്കുമരുന്ന് കടത്തി കച്ചവടത്തിലാണെന്നും അത് നടന്നില്ലെങ്കിൽ ഡാം തകർത്ത് കേരളത്തെ മുക്കിക്കൊല്ലുകയും ചെയ്യുമെന്നാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്ന മറ്റൊരു ദുരാരോപണം. ഈ ഭാഗത്ത് ആഭ്യന്തരമന്ത്രിയെയാണ് വ്യംഗ്യമാക്കി വില്ലനാക്കി കാണിക്കുന്നത്. NIA, ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തതയുള്ള ദേശീയ അന്വേഷണ ഏജൻസിയുടെ ലോഗോ വരെ ഉപയോഗിച്ച
ഈ സിനിമ പറയുന്നത് NIA രാഷ്ട്രീയ ഉദ്ദേശങ്ങളുടെ ഉപകരണമെന്നാണ്. ഒടുവിൽ NIA ഉദ്യോഗസ്ഥനെ നിസ്സാരമായി വെടിവെച്ച് കൊന്നിട്ട് പോകുന്നവന് വീരപരിവേഷു. ലക്ഷറി തൊയ്ബ ക്യാമ്പ്, അവരുടെ ക്യാമ്പ് കാണിക്കുന്ന സീനിൽ വ്യക്തമായി അവരുടെ ബാനർ കാണിക്കുന്നു. അവിടെ കലാപത്തിന് ഇരയായ ഒരു മതവിഭാഗത്തിൽ മാത്രം പെട്ട കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഭീകരൻ. അയാൾ കുട്ടികളെ തങ്ങളുടെ ഉറ്റവരെ ഇല്ലാതാക്കിയ എതിർ സമൂഹത്തോട് പ്രതികാരം ചെയ്യാൻ പ്രതിജ്ഞ എടുപ്പിക്കുകയാണ്. ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുകയും പ്രേരണ നൽകുകയും ചെയ്യുന്ന വിധമാണ് ഇത് മനഃപൂർവ്വം ചിത്രീകരിച്ചിരിക്കുന്നത്. ഹിന്ദു, ക്രിസ്ത്യൻ, ഇസ്ലാം മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കും വിധം അവരുടെ വിവിധ മതബിംബങ്ങളെ മോശമായി കാണിക്കുകയും തകർക്കുകയും ചെയ്യുന്ന ചിത്രീകരണം ഈ സിനിമയിലുണ്ട്. മതവിഭാഗങ്ങൾ തമ്മിലെ വൈരാഗ്യം കുത്തിയിളക്കാൻ ഇടയാക്കുന്ന വിധമാണ് ഇത് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. വർഗീയ ലഹളയ്ക്ക് പോകുന്നവർക്ക് ക്ഷേത്രത്തിന്റെയും തൃശൂലത്തിന്റെയും പശ്ചാത്തലത്തിലുള്ള സീനുകളും കുരിശു തകർക്കുകയും ചെയ്യുന്ന സീനുകൾ ഉദാഹരണം. ഇങ്ങനെ കലാപവും അസ്വസ്ഥതകളും സൃഷ്ടിക്കാൻ പാകത്തിന് സകല ദുരുദ്ദേശങ്ങളുമുള്ള ഒരു സിനിമ. ഇന്ത്യൻ ആർമിയിലെ ഉന്നത പദവി വരെ വഹിക്കുന്ന സമ്പൂർണ്ണ നടൻ കൊണ്ട് തലവച്ച ഇടം കൊള്ളാം. മറ്റു പല കഥാപാത്രങ്ങളും പോലെ ഗോദ്രയും ഗുജറാത്തും ഒക്കെ കഴിഞ്ഞ് പതിറ്റാണ്ടുകൾ പിന്നിട്ട് കഴിഞ്ഞു. രാജ്യം വർഗീയ ലഹളകളോ മതവിദ്വേഷമോ ഒന്നും കൂടാതെ വികസനോന്മുഖമായി മുന്നോട്ട് കുതിക്കുന്ന ഈ സമയത്ത് ജനങ്ങൾക്കിടയിൽ വർഗീയ വിഷവും വൈരാഗ്യവും ഭിന്നിപ്പും ഉണ്ടാക്കാൻ പാകത്തിന് യാഥാർത്ഥ്യങ്ങളെ പോലും മറച്ചുവച്ച് വളച്ചൊടിച്ചും ഊതിപ്പെരിപ്പിച്ച ഒരു കഥ. ഇത്രയും ഭീകരമായ ഗൂഢാലോചനയോടെ ഇങ്ങനെ സീരിയസ് ആയി സിനിമകൾ പ്ലാൻ ചെയ്തവർ തീവ്രവാദിയേക്കാൾ കൊടിയ വിഷം നിറഞ്ഞ രാജ്യദ്രോഹികളല്ലാതെ മറ്റാരാണ്? സത്യത്തിൽ ഇവരിനി പൊതുസമൂഹത്തിലല്ല ശിഷ്ടകാലം ജീവിക്കേണ്ടത്, മറിച്ച് തീഹാർ ജയിലിലാണ്. രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും മതസൗഹാർദ്ദവും തകർത്ത് മതഭീകരതയ്ക്ക് വഴിമരുന്നിടും വിധം സിനിമയിലെ പൊതുജനത്തെ സ്വാധീനിച്ച് കലാപം സൃഷ്ടിക്കാൻ വഴിമരുന്നിടുന്ന മുരളി ഗോപി, പൃഥ്വിരാജ്, സുകുമാരൻ, മോഹൻലാൽ, നിർമ്മാതാക്കൾ തുടങ്ങിയവരെ പ്രധാന പ്രതികളാക്കി കേസെടുത്ത് വിചാരണ ചെയ്യണം. ബാക്കി നീതിപീഠങ്ങൾ തീരുമാനിക്കട്ടെ. ഈ സിനിമയ്ക്ക് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകിയവരെ കൂട്ടുപ്രതികളുമാക്കണം. അടിയന്തരമായി ഈ സിനിമ സമ്പൂർണമായി നിരോധിക്കണം. നാളെയുടെ തലമുറകൾക്കിടയിൽ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാതിരിക്കാനും രാജ്യത്തിന്റെ അഖണ്ഡതയും സാമുദായിക മതമൈത്രിയും നിലനിർത്താനും ഇത് അത്യന്താപേക്ഷിതമാണ്. കേന്ദ്ര സർക്കാർ ഉടനടി ഇതിൽ ഇടപെടണം. രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ, ഇങ്ങനെയാണ് അദ്ദേഹം ആ പോസ്റ്റ് പങ്കുവയ്ക്കുന്നത്. സത്യത്തിൽ ഇത് വായിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും, രാജ്യവിരുദ്ധമായ രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് ലക്ഷറി തൊയ്ബയെയും മറ്റ് ഭീകരവിരുദ്ധ സംഘടനയെയും പ്രോത്സാഹിപ്പിക്കുന്ന തനിക്ക് ശേഷം ആര്, അതായത് പൃഥ്വിരാജിന് ശേഷം, മോഹൻലാലിന് ശേഷം ആര് എന്നുള്ള ചോദ്യത്തിന് പൃഥ്വിരാജ് എന്ന ഉത്തരവും പറയാതെ എമ്പുരാനിലൂടെ പൃഥ്വിരാജ് പറയുന്നുണ്ട്. എന്താണ് മുരളി ഗോപി എന്ന വില്ലൻ ഉദ്ദേശിച്ചത്? അത് മൗനത്തിന്റെ ഭാഷയിലല്ല, വാ തുറന്ന് വെട്ടി തുറന്ന് നട്ടലുണ്ടെങ്കിൽ പറയാൻ സാധിക്കണം.